ശരിക്കും ഈ ഒരു മൊമെന്റിൽ 3 വിക്കറ്റ് പോയ സമയത്ത് 104 റൺസ് ആണെങ്കിലും പിന്നെയും ജയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നു ശരിക്കും RCB ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വന്ന ജിതേഷ് ശർമ്മ അധികം നിന്നില്ല, പെട്ടെന്ന് തന്നെ ഔട്ടായി. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്ക് രജത് പാട്ടിദാർ ഔട്ടായി. ആ അടുപ്പിച്ച് വന്ന വിക്കറ്റുകളെ ശരിക്കും കുറച്ചൊരു ഡൗൺ കൊണ്ടുവന്നു RCBക്ക്. അത് കഴിഞ്ഞാണ് നമ്മുടെ ടിം ഡേവിഡിന്റെ ഒരു കിടിലൻ കളി ഉണ്ടായിരുന്നത്. ടീമിന്റെ ടോട്ടൽ 158 എത്തുമ്പോഴാണ് ടിം ഡേവിഡ് ഔട്ടായത്. 6 വിക്കറ്റ് ആ ഒരു സമയം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളെ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡും രണ്ടുപേരും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരാണ്. അതുകൊണ്ട് തന്നെ എഗെയിൻ കളിയിൽ ഒരു ലൈഫ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു മൊമെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാച്ച്. പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യ അതിന് ഒരു മുഹമ്മദ് ഷമിയുടെ ഓവറിൽ അടിച്ച ഒരു അടിയിൽ നിന്ന് കുറച്ചൊന്ന് തിരിച്ചെഗെയിൻ RCBയുടെ കയ്യിലോട്ട് കളി എത്തുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റൊമാരിയോ ഷെപ്പേർഡ് ആയാലും അടുത്ത ഓവറിൽ ആ ഒരു 6 ഒക്കെ അടിച്ചിട്ട് കളി എഗെയിൻ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരുത്തായിരുന്നു. പക്ഷെ അവസാനത്തെ ഓവറിലാണ് കളി മൊത്തം പോയത്. അങ്ങനെ ഇന്നലത്തെ മാച്ചിൽ അവസാനം LSG ജയിക്കുകയായിരുന്നുണ്ടായിരുന്നു. 25 ബോളിൽ 34 റൺസാണ് നമ്മൾ ദേവദത്ത് പടിക്കൽ എടുത്തത്. 3 4ഉം ഒരു 6ഉം അടിച്ചിട്ടുണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലിന്റെ കൂടെ കട്ടക്ക് വെടിക്കെട്ടായിട്ട് അടിച്ചത് നമ്മൾ രജത് പാട്ടിദാർ ആയിരുന്നു. 31 ബോളിൽ 61 റൺസാണ് എടുത്തത്. 3 4ഉം 6 6ഉം ഉണ്ടായിരുന്നു. 190 മേലെ സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു ആളുടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ടിം ഡേവിഡ് അടിച്ച അടിയും വെടിക്കെട്ട് തന്നെയായിരുന്നു. 17 ബോളിൽ 40 റൺസാണ് എടുത്തത്. 4 4ഉം 3 6ഉം 235 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും അവിടെ ടിം ഡേവിഡ് കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കളി ഈസി ആയിട്ട് RCB ജയിച്ചാണ്. അവസാനത്തോട്ട് വന്ന് നമ്മുടെ കൃണാൽ പാണ്ഡ്യ 16 ബോളിൽ 28 റൺസ് എടുത്ത സമയത്ത് റൊമാരിയോ ഷെപ്പേർഡ് 15 ബോളിൽ 23 റൺസാണ് എടുത്തത്. കൃണാൽ പാണ്ഡ്യ 2 4ഉം 2 6ഉം അടിച്ചപ്പോൾ റൊമാരിയോ ഷെപ്പേർഡ് 3 4ഉം ഒരു 6ആണ് അടിച്ചത്. LSGയുടെ ബൗളേഴ്സിൽ ദിഗ്വേഷ് റാട്ടിയും അതുപോലെ തന്നെ മയങ്ക് യാദവും രണ്ടുപേരും 4 ഓവർ ബോൾ ചെയ്തപ്പോൾ 50 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാനത്തെ ആ ഒരു ഓവർ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ദിഗ്വേഷ് റാട്ടി അത്രയും റാങ്ക് കൊടുത്ത റൺസ് ഒക്കെ ക്യാൻസൽ ആവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ശരിക്കും ലാസ്റ്റ് ഓവറിൽ ചെയ്തത്. അതുകൊണ്ട് ദിഗ്വേഷ് റാട്ടിനെ എനിക്ക് കളിയാക്കാൻ തോന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു 50 റൺസ് രണ്ടുപേരും കൊടുത്ത് അവരുടെ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷൻ 50-50 അടിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ഷമിയും പ്രിൻസ് യാദവും ഒരേ എക്കണോമി റേറ്റിലാണ്, അതായത് 4 ഓവറിൽ 33 റൺസാണ് കൊടുത്തത്. മുഹമ്മദ് ഷമി 1 വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ പ്രിൻസ് യാദവ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻസ് യാദവ് എടുത്ത ആ ഒരു വിക്കറ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം കിങ് കോഹ്ലിയുടെ വിക്കറ്റാണ് ആൾ എടുത്ത് ആ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസ് അഹമ്മദ് ഏകദേശം 3 ഓവറിൽ 33 റൺസാണ് കൊടുത്തത്. 2 വിക്കറ്റാണ് എടുത്തത്. പക്ഷെ ആ 2 വിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കളി ജയിപ്പിക്കാൻ സാധ്യതയുള്ള 2 പ്ലേയേഴ്സിന്റെ വിക്കറ്റ്, അതും അത്രയും ഫോമായിട്ട് നിൽക്കുന്ന നമ്മുടെ രജത് പാട്ടിദാറിന്റെയും ടിം ഡേവിഡിന്റെയും വിക്കറ്റ് എടുത്തത് ഷഹബാസ് അഹമ്മദ് ആയിരുന്നു. ഇങ്ങനെ ബൗളിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരും. ദിഗ്വേഷ് റാട്ടി ആണെങ്കിലും പ്രിൻസ് യാദവ് ആണെങ്കിലും ഷഹബാസ് അഹമ്മദ് ആണെങ്കിലും ഈവൻ നമ്മുടെ മുഹമ്മദ് ഷമി ആണെങ്കിലും ഫസ്റ്റത്തെ ആ ഒരു വിക്കറ്റ്, ആ ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്ത വിക്കറ്റാണ് ശരിക്കും ഫസ്റ്റ് വിക്കറ്റ്. അങ്ങനെ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ബോൾ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇന്നലെ LSGക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയത്. ഓൾമോസ്റ്റ് ഈ ഒരു IPL സീസണിൽ പുറത്തായ ഒരു ടീമാണ് LSG. പക്ഷേ ഇപ്പോഴും ഒരു ഹോപ്പ് തരുന്നൊരു വിന്നിംഗ് ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കാരണം ചെറിയ അവിടെ ഇവിടെ ആയിട്ടുള്ള കണക്കുകളൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എഗെയിൻ ഒരു ചാൻസ് ഉണ്ട് LSGക്ക്. അതിനുള്ളൊരു ചെറിയൊരു ഹോപ്പ് ഇന്നലെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള മാച്ചസ് ഒക്കെ ജയിക്കണം, എല്ലാ മാച്ചും ജയിക്കണം, നല്ല രീതിയിൽ തന്നെ ജയിക്കണം. അങ്ങനെ ജയിച്ചാൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ. പക്ഷെ എന്നാലും അവരുടെ ഒരു ഗംഭീര കംബാക്ക് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച്. അതും RCBയുടെ കൂടെ എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്.